ഗൈസ് അങ്ങനെ നവോച്ച സിംഗിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഒഫീഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ അനൗൺസ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തതാണ്. ഒരു വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് ലോണിൽ വന്നിട്ടുള്ള താരമാണ്. ഒരു സെക്കൻഡ് ചോയ്സ് LB എന്ന നിലയിലുണ്ടായിരുന്ന പ്ലെയറാണ് അദ്ദേഹം. ഇപ്പോൾ ഐബാൻ ദോഹ്ലിങ്ങിന് ഒരു ഇഞ്ചറി പറ്റുന്ന സാഹചര്യത്തിലാണല്ലോ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന നിലയിൽ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഈ ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പലരും ചില ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം വളരെ നല്ല ഒരു LB ആണ്. ഇപ്പം നാഷണൽ ടീമിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് എന്തുകൊണ്ട് നവോച്ചയൊക്കെ ഉൾപ്പെടുത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിച്ചിരുന്നു. എന്നാൽ മറ്റുള്ള ചിലവർക്ക് വേറെ ചില അഭിപ്രായങ്ങളുണ്ട്. നവോച്ച സിംഗ് അങ്ങനെ പറയുന്ന പോലെ അത്ര ഒരു ഇതിലൊന്നും ഇല്ല, അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്താണെങ്കിലും മറ്റ് LBസുമായിട്ടുള്ള ഒരു കമ്പാരിസൺസ് സ്റ്റാറ്റ് വൈസ് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ സുഭാഷിഷ് ബോസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അദ്ദേഹം ഒരു സെക്കൻഡ് ഫേസ് ഓഫ് ദി ലീഗിലൊരു LB ആയിട്ടല്ല, കൂടുതൽ ഒരു ലെഫ്റ്റ് സൈഡഡ് CB എന്ന നിലയിൽ ഒരു 3-man ഡിഫൻസിൽ അങ്ങനെയാണ് കളിച്ചിട്ടുള്ളത്. അതുപോലെ ജെറി ലാൻസാലെ ഉൾപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിന്നെ കണക്കുകളൊക്കെ നോക്കുന്ന സമയത്ത് പലതും എനിക്ക് തോന്നുന്നത് നവോച്ച സിംഗിനെ താളിയും അല്ലെങ്കിൽ ഞാൻ ഈ ഉൾപ്പെടുത്തിയ മറ്റ് പ്ലേയേഴ്സിനേക്കാളിലൊക്കെ താഴെയാണ് എന്നുള്ളതാണ്. കൂടുതലും ടോപ്പ് 6 ഉള്ള പ്ലേയേഴ്സിനെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ നാഷണൽ കോളപ്പൊക്കെ കിട്ടിയിട്ടുള്ള LBs ആയിട്ടുള്ള പ്ലേയേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കമ്പാരിസൺ നടത്താനായിട്ട് പോകുന്നത്. 4 താരങ്ങളെയാണ് നവോച്ചയെ കൂടാതെ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ജയ്ഗുപ്ത, ആകാശ് മിശ്ര, ആകാശ് സംഗ്വാൻ, റോഷൻ സിംഗ് എന്നീ താരങ്ങളെ. ഞാൻ ഈ 5 താരങ്ങളുടെയും കണക്കുകളെല്ലാം പറഞ്ഞ് നിൽക്കാനാണെങ്കിൽ സമയം ഒരുപാട് അങ്ങ് പോകും. അപ്പം ഞാനിത് ഗ്രാഫിക്സിൽ കാണിക്കാം, എന്നിട്ട് ഈ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യാം. ഇതിലിപ്പം നമ്പർ ഓഫ് മാച്ചസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് മാച്ചസ് കളിച്ച ഒരു പ്ലേയേഴ്സിൽ ഒരാളാണ് നവോച്ച. കാരണം അദ്ദേഹത്തെക്കാൾ കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ളത് ആകാശ് സംഗ്വാനാണ്. ഇപ്പം മിനിറ്റ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തെക്കാൾ കുറവ് ഉള്ളത് ആകാശ് സംഗ്വാൻ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ജയ്ഗുപ്തയും അല്ലെങ്കിൽ റോഷൻ സിംഗ് ഒക്കെ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഒരു മത്സരത്തിൽ പാസ് പെർ ഗെയിം നോക്കുമ്പോഴത്തേക്ക് ഈ ലിസ്റ്റിൽ അദ്ദേഹം 2ാം സ്ഥാനത്താണ് ഉള്ളതെന്നാണ്. എന്നാൽ പാസിംഗ് ആക്യുറസിയുടെ കാര്യം എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും താഴെയാണ്. എന്നാൽ ഇത് ഈ ലിസ്റ്റിൽ തന്നെ നോക്കാം, പാസിംഗ് ആക്യുറസിയിൽ ആകാശ് മിശ്രയാണ് ഏറ്റവും മുമ്പിലുള്ളത്. ബാക്കി എല്ലാ താരങ്ങളുടെ കാര്യത്തിലും ഒരു വലിയ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇൻ്റർസെപ്ഷൻസ് എടുക്കുന്നൊരു സമയത്ത് നോക്കിയാലും 20 ഇൻ്റർസെപ്ഷൻസ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിലും അദ്ദേഹം ലിസ്റ്റിൽ 3ാമതാണ്. ടാക്കിൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡുവൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ വലിയ വ്യത്യാസങ്ങളൊന്നും മറ്റ് പ്ലേയേഴ്സുമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ജയ്ഗുപ്തയായിട്ടൊക്കെയുള്ളൊരു വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു മിനിറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കതൊരു വ്യത്യാസമായിട്ട് കാണാൻ സാധിക്കത്തില്ല. ഏറെക്കുറെ സിമിലർ ആണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഏരിയൽ ഡുവൽസിൻ്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് 2ാം സ്ഥാനമുണ്ട്. ഇതിൽ ഒരു ഏരിയൽ ഡുവൽ മാത്രമാണ് ജയ്ഗുപ്തയ്ക്ക് കൂടുതലുള്ളത്. പക്ഷേ ആ മിനിറ്റ്സിൻ്റെ ഒരു ഡിഫറൻസ് നോക്കുക, ഏതാണ്ട് 800 മിനിറ്റ് അധികം ജയ്ഗുപ്ത കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ റിക്കവറീസിൻ്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹം കുറച്ച് പിറകിലാണ്, 4ാം സ്ഥാനത്താണ് ഉള്ളത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ മിക്കവരും ഒരു 70s ആണ് ഉള്ളത്. അതായത് റോഷൻ സിംഗും ജയ്ഗുപ്തയുമാണ് ഒരു നല്ല ഡിഫറൻസ് നിൽക്കുന്നത്. ബാക്കി ഈ പറഞ്ഞ പോലെ സിമിലറായിട്ട് മിനിറ്റ്സ് കളിച്ചവരുടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നവോച്ച 73 അല്ലെങ്കിൽ ആകാശ് മിശ്ര 75 ആൻഡ് ആകാശ് സംഗ്വാൻ 72 അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം 34 ക്ലിയറൻസ് ഉണ്ട്. അത് ജയ്ഗുപ്തയേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ റോഷൻ സിംഗ് മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ അറ്റാക്കിംഗ് വൈസിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം കുറച്ച് പിന്നിലാണ്. കാരണം ചാൻസസ് ആകെ 9 ചാൻസസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജയ്ഗുപ്തയുടെ കണക്ക് നോക്കിയാൽ 30 ചാൻസാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആകാശ് സംഗ്വാൻ 17ആണ്, റോഷൻ സിംഗ് 15ആണ്. ആൻഡ് ഇതിലൊരു കുറവായിട്ട് കാണിക്കുന്ന ആകാശ് മിശ്രയാണ്, 7 ചാൻസ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് നവോച്ചയെക്കാളും കുറവാണ് എന്നുള്ളതാണ്. ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നവോച്ച സിംഗിന് ഗോൾ കോൺട്രിബ്യൂഷൻ തന്നെ ഇല്ല. ബാക്കി എല്ലാ താരങ്ങൾക്കും ഗോൾ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പറഞ്ഞതുപോലെ ഒരുപാട് മിനിറ്റ്സ് കൂടുതൽ കളിച്ചിട്ടുള്ള താരങ്ങളുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കണക്കുകൾ തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റ് തന്നെയാണ് നമുക്ക് നവോച്ച സിംഗിൻ്റെ കാര്യത്തിൽ പറയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അറ്റാക്കിംഗ് വൈസുള്ള കോൺട്രിബ്യൂഷൻ അത്രമേലല്ല. ഈ പറഞ്ഞ പോലെ ചാൻസ് ക്രിയേറ്റ് ചെയ്തതാണെങ്കിലും കുറച്ച് പിന്നിലാണ്. അതുപോലെ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒരു അസിസ്റ്റായിട്ടോ ഗോളായിട്ടോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ എനിക്ക് ഈ കണക്ക് പരിശോധിച്ചപ്പോഴാണ് ആകാശ് മിശ്രയുടെ ഒരു അത്ര നല്ല സ്റ്റാറ്റ് അല്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇതിൽ ഒന്ന് റേറ്റ് ചെയ്ത സമയത്ത്, അത് മിനിറ്റ്സ് ഒന്നും വെച്ചിട്ടല്ല, മൊത്തത്തിലെ സ്റ്റാറ്റ് വൈസ് തന്നെ റേറ്റ് ചെയ്ത സമയത്ത്
ജയ്ഗുപ്ത 1ാം സ്ഥാനത്തും അതുപോലെ റോഷൻ സിംഗ് 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്താണ് നവോച്ച സിംഗ് വരുന്നത്. അതിനേക്കാൾ കുറവ് ആ ഒരു സ്റ്റാറ്റ് വൈസ് നോക്കുമ്പോൾ പിന്നിലാണ് ആകാശ് അംഗ്വാൻ, അതിലും താഴെയാണ് ആകാശ് മിശ്ര എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നവോച്ച സിംഗിന് 1 വർഷത്തെ കോൺട്രാക്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു വിഷമം. കാരണം അദ്ദേഹം നമുക്ക് കൂടുതൽ കാലം സെർവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഐബാൻ ദോഹ്ലിങ് ആയിരിക്കണം ഒരു ഫസ്റ്റ് ചോയ്സ് എൽബി എന്ന നിലയിൽ കാണുന്നത്. അപ്പം അടുത്ത സീസണിൽ എന്താണെങ്കിലും രണ്ടുപേരും ഫിറ്റായിട്ട് കംപ്ലീറ്റ് സീസണിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു നല്ല കോമ്പറ്റീഷൻ ആ ഒരു പൊസിഷനിൽ ഉണ്ടാകും. കാരണം ഈ സീസണിൽ നന്നായിട്ട് ഇപ്പം ആദ്യത്തെ 5 മത്സരം നന്നായിട്ട് കളിച്ചൊരു പ്ലെയറാണ് ഐബാൻ ദോഹ്ലി. പിന്നീടാണ് ഇഞ്ചുറി പറ്റുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള നവോച്ച സിംഗിനാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു പൊസിഷനിൽ ഇപ്പോൾ പുതിയൊരു കോച്ചൊക്കെ വരുന്ന സമയത്ത് ആരായിരിക്കും ആ ഒരു ഫസ്റ്റ് ചോയ്സ് എൽബി എന്നുള്ളത് ചൂസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കി കാണണം. ആ പൊസിഷനിൽ എന്താണെങ്കിലും ആ ഒരു കോമ്പറ്റീഷൻ വരുന്നത് ഉറപ്പായിട്ടും ടീമിനും അത് ഹെൽപ്ഫുൾ ആകും. സോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഒരു ക്വിക്കായിട്ടുള്ളൊരു കമ്പാരിസൺ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നമ്മളെ നവോച്ച സിംഗിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നടക്കുന്ന സമയത്ത് മറ്റു പ്ലേയേഴ്സുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്ന നിലയിലാണ്, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടെന്ന നിലയിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചില്ല. സോ എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസിറ്റ് കാണിക്കാൻ സനി.